ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ബാറ്ററി ഞാനൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഞാനൊരു പഴയ പാനിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊരു ബർത്ത്ഡേയോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടൊരു കേക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഈ റവ ഒന്ന് പൊടിച്ചെടുക്കണം. റവ അധികം പൗഡർ പോലെ ഒന്നും പൊടിച്ചെടുക്കണ്ട. ആ വലിയ തരിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ റവ ഈ കാണുന്ന പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം ചെറിയ ചെറിയ തരികളോടുകൂടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. തീരെ നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും മിക്സിയിലിട്ടൊക്കെ നന്നായിട്ട് അടിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓയിൽ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ കൂടുതൽ പുളിച്ച തൈരൊന്നും ചേർക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സി മൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും അടിക്കേണ്ട. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിന് ശേഷം ബൗൾ മൂടി റവയ്ക്കൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കണം. റവ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. കേക്ക് ബാറ്റർ മൂടി വെച്ചിട്ട് 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് പതുക്കെ ഇളക്കി നോക്കാം. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാറ്റർ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞ് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ബലത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ച് ഹാർഡായി പോവും. കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനുള്ള പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ തടവി കൊടുക്കണം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണ തടവിയ പാനിൽ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് അതിൽ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ പുറത്തും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി കേക്ക് ടീനിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം കേക്കിന് താഴേക്കൊന്ന് മുട്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഒരു പഴയ പ്ലേറ്റ് കമത്തിയിട്ട് കൊടുത്താലും മതി. കേക്ക് ടിന്നിൻ്റെ അടിഭാഗം ഡയറക്റ്റ് ആയിട്ട് പാനിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാനിൽ ഉപ്പുപൊടിയോ മണ്ണോ ഒന്നും ഇട്ടിട്ടില്ല. അതിടാതെ തന്നെ നമുക്ക് ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി പാൻ ഒരു ലിഡ് കൊണ്ട് മൂടി ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ വെക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ സൈഡിലൊന്നും മുട്ടാതെ നോക്കണം. കേക്ക് ടിൻ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ഞാൻ ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്.
ഈ കേക്ക് നമുക്ക് 25 തുടങ്ങി ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റെഡിയായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത്. ഒരു 25 മിനിറ്റ് കഴിയാതെ എന്തായാലും തുറന്ന് നോക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കരിഞ്ഞൊന്നും പോകുന്നു പേടിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു സ്ക്യൂവറോ ഒരു കത്തിയോ വെച്ചിട്ട് കേക്കിൻ്റെ നടുഭാഗത്തൊന്ന് പതുക്കെ കുത്തി നോക്കാം. കുത്തി നോക്കി കഴിയുമ്പോൾ ഇതിലൊട്ടും പിടിച്ചിട്ടില്ല. ഇപ്പം നല്ല പാകത്തിന് കേക്ക് കുക്കായിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണെന്ന്. കുത്തി നോക്കുന്ന സമയത്ത് ശരിക്കും വെന്തിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ പാൻ മൂടി വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി കേക്ക് ടിൻ ഒരു ബക്കറ്റ് ഉപയോഗിച്ച് പാനിൽ നിന്ന് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കേക്ക് കുറച്ച് സമയം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കത്തി കൊണ്ടൊന്ന് പതുക്കെ വിടിയിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമത്തി വെച്ച് പതുക്കെ ഒന്ന് കൊട്ടി കൊടുക്കാം. കേക്ക് നല്ല പാകത്തിന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള പേപ്പർ നമുക്ക് കൈ കൊണ്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് തിരിച്ചിടാം. പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണിത്. ഈ കേക്ക് നമുക്ക് എങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഞാനിവിടെ കേക്കിൻ്റെ പുറത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് പരട്ടി കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു ബർത്ത്ഡേക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിധത്തിലും കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഐസിങ് കൊണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചോ അല്ല നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ചെയ്യാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സ്പ്രെഡ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂട് കുറഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് സ്പ്രെഡ് പുരട്ടി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതൊരു സ്പാറ്റുല ഉപയോഗിച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മേലിൽ മാത്രം പുരട്ടുന്നുള്ളൂ, സൈഡിലൊന്നും പറ്റുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ പല കളറിലുള്ള സ്പ്രിങ്കിൾസ് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇതുപോലെ സ്പ്രിങ്കിൾസും ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്കിത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ കൊണ്ട് നല്ല അടിപൊളി കേക്ക് നമുക്ക് തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞ് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് ഈ കേക്ക്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് പോലും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നിങ്ങളും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്